അങ്ങനെ നമ്മൾ 3 ദിവസത്തെ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മളങ്ങനെ ഗുവാഹട്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ട്രെയിനിൽ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു, നിഷാന്ത് ബ്രോ. ഇദ്ദേഹം മലപ്പുറംകാരനാണ്. ആൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്, അതായത് ആർമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇവിടെ ജോയിനിങ്ങിന് വേണ്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് കാമാഖ്യ ടെമ്പിളാണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് കാമാഖ്യ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. കാമാഖ്യ ടെമ്പിളിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ 51 ശക്തിപീഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നാണ് നമ്മുടെ കാമാഖ്യ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ യോനി പൂജയാണ് കേട്ടോ നടത്താറുള്ളത്. ഇവിടെ അംബുബാച്ചി മേള എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രശസ്തമായ ഒരു ഉത്സവമായിട്ട് കണക്കാക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ദശയാഗ സമയത്ത് ജീവത്യാഗം ചെയ്ത സതീദേവിയുടെ ശരീരം മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് 108 കഷ്ണങ്ങളായി ചിതറിപ്പോയി. ആ ചിതറിപ്പോയ സമയത്ത് യോനിഭാഗം എന്ന സിനിമയുടെ സ്ഥലമാണ് നമ്മുടെ കാമാഖ്യ ടെമ്പിളും കൂടി എന്നറിയപ്പെടുന്നുണ്ട്. ഇവിടെ കൂടുതലായിട്ടും കോഴി, ആട് എന്നിവയാണ് ബലി കൊടുക്കുന്നത്. ഈ ഭാഗത്താണ് ബലി കൊടുക്കാറുള്ളത്. കാമാഖ്യ ടെമ്പിളിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഔട്ട്.